ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക്. നമ്മളെല്ലാവരും ജീവിതത്തിൽ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവുണ്ട്. എന്താണെന്നല്ലേ? നമ്മുടെയൊക്കെ സന്തോഷത്തെ, അല്ലേ? നമ്മളെപ്പോഴും ഈ സന്തോഷം എവിടെ എന്ന് ചിന്തിക്കുകയാണ്. കാരണം നമുക്ക് സന്തോഷം കിട്ടണമെങ്കിൽ നമ്മളൊരു വീട് വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ മക്കളെയൊക്കെ കെട്ടിച്ച് നമ്മളൊന്ന് സെറ്റാവണം, അല്ലെങ്കിൽ നല്ലൊരു ജോലി നേടണം. ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി നമ്മൾ ദിവസവും ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനിടയിൽ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ സന്തോഷിക്കുക എന്നത്. നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ എല്ലാ അച്ചീവ്മെൻറ്റ്സിനും വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി എല്ലാം നേടിയെടുത്ത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള സന്തോഷവുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഈ അച്ചീവ്മെൻറ്റ്സൊക്കെ നേടിയെടുത്തത്? അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇത്രയും വലിയൊരു വീട് വെച്ച് കെട്ടിയിട്ടുള്ളത്? അല്ലേ? ഇനി ഇതൊന്നുമല്ല, എല്ലാം നേടിയെടുത്തു. എനിക്ക് വേണ്ടൊരു വീട് ഞാൻ നേടിയെടുത്തു, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് സഞ്ചരിക്കാനുള്ള നല്ലൊരു വാഹനം ഞാൻ നേടിയെടുത്തു. എല്ലാം ഞാൻ നേടിയെടുത്തു കഴിഞ്ഞു. എല്ലാം നേടിയെടുത്ത് കഴിഞ്ഞിട്ടും എൻ്റെ ജീവിതത്തിലൊരു ഹാപ്പിനെസ് നേടിയെടുക്കാമെന്ന് കരുതുന്ന സമയത്ത് നമുക്കത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മുടെ ഈ ഒരു ലൈഫ്? എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇനി ഇതെല്ലാം നേടിയെടുത്ത ഒരു വ്യക്തി എല്ലായ്പ്പോഴും സന്തോഷവാനായിട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലേ? നമുക്ക് ഈ സന്തോഷിക്കുക എന്ന് പറയുന്ന കാര്യം നമ്മളിതെല്ലാം നേടിയെടുത്ത് കഴിഞ്ഞാലല്ല ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും നമ്മളെക്കാൾ ഒരു പടി താഴെയുള്ളവരിലേക്ക് നോക്കണം എന്നാണ് പണ്ട് മുതലേ നമ്മളോട് എല്ലാവരും പറഞ്ഞു തരുന്നതല്ലേ. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മളെക്കാൾ ഉയർച്ചയിലുള്ളവർ, അല്ലെങ്കിൽ എന്നേക്കാൾ വലിയ വീടവർ വെച്ചു എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ എൻ്റെ അയൽവാസിക്ക് എന്നേക്കാൾ ചെറിയ വീടാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. എല്ലാം നേടിയിട്ടും സന്തോഷം കണ്ടെത്താൻ കഴിയാത്ത ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ നമ്മൾക്കിടയിൽ തന്നെ ജീവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അവരെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. ഇതെല്ലാം നേടണം എന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്നത് തന്നെ, അല്ലേ? അല്ലാണ്ട് സ്വന്തം സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ എനിക്ക് കിട്ടിയത് കൊണ്ട് സന്തോഷിക്കട്ടെ, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ജീവിച്ചിരുന്നു അത് നാളെ ഞാൻ ജീവിക്കുമോ എന്ന് പോലും നമുക്ക് ഉറപ്പില്ല. പക്ഷേ നാളത്തേക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നാളെ എന്ന ആ ഒരു ചിന്തയിലാണ് നമ്മുടെ ഓരോ ദിവസവും നമ്മൾ തള്ളി നിൽക്കുന്നത്, അല്ലേ? ഞാൻ ചെറിയ കഥ പറഞ്ഞുതരാം. ഒരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് അറിയാലോ, എത്ര ആയാലും അദ്ദേഹത്തിന് ഇട്ടുമുഴാനുള്ള സ്വത്തും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. കൊട്ടാരമുണ്ട്, സ്വത്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും ഒരു സന്തോഷം ലഭിച്ചിരുന്നില്ല. അങ്ങനെ അദ്ദേഹം ഒരിക്കൽ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അവിടെ മരം വെട്ടുകാരനെ കണ്ടു. ആ മരം വെട്ടുകാരൻ വളരെയധികം ലാഘവത്തോട് കൂടിയിട്ട് ഒരു ചെറിയൊരു ഒരു ചെറിയൊരു വീട് പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം എത്രത്തോളം ഹാപ്പി ആയിട്ടാണ്, സന്തോഷത്തോട് കൂടിയിട്ടാണെന്നറിയോ അദ്ദേഹം അവിടെ പണിയെടുക്കുന്നത്. ഇത് കണ്ട അദ്ദേഹത്തിനോട് ആ രാജാവ് വന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് സുഹൃത്തെ ഇത്രയും സന്തോഷവാനായിട്ട് ജീവിക്കുന്നതെന്ന്? അപ്പം ആ മരം വെട്ടുകാരനൊരു മറുപടി പറഞ്ഞു, ഞാൻ ഒരിക്കലും നാളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന്. എനിക്ക് ഇന്ന് എന്താണോ കിട്ടുന്നത് അതിൽ ഞാൻ സംതൃപ്തനാണ് രാജാവേ എന്ന്. അത് കേട്ട് രാജാവ് പോലും ഒന്ന് ചിന്തിച്ചു പോയി. ശരിയാണ്, എനിക്ക് എന്തെല്ലാം ദൈവം തന്നു, കൊട്ടാരം തന്നു, പണം തന്നു, എല്ലാം തന്നു. ഈ മനുഷ്യന് ദൈവം ഒന്നും നൽകിയിട്ടില്ല. ഒരു വീടില്ല, അല്ലെങ്കിൽ പണമില്ല, ഒന്നുമില്ല. പക്ഷെ അദ്ദേഹം എന്നെക്കാൾ എത്ര സന്തോഷവാനാണ്. ശരിക്കും ഇത് നമ്മളുടെ ഒരു റിയാലിറ്റി ആണല്ലേ. ഇതൊരു ചെറിയൊരു കഥയാണെങ്കിലും ഇതിലൊരുപാട് റിയാലിറ്റി ഉണ്ട്. രണ്ടാമതായിട്ട് നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. കാരണം നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ വെറുതെ സങ്കടപ്പെട്ടത് കൊണ്ടോ, അല്ലെങ്കിൽ ഇല്ലാത്തതിലേക്ക് നോക്കിയിട്ട് നമ്മൾ നമ്മുടെ ഇപ്പോൾ ഉള്ള സന്തോഷം കളഞ്ഞത് കൊണ്ട് ഒരു കാര്യവും നമുക്ക് നേടാനില്ല. മറിച്ച് നമുക്കുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ നമുക്കുള്ളതിൽ എന്നും നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയായി മാറാൻ നമ്മൾ. മൂന്നാമതായിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ക്ഷമിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ലൈഫിൽ പലതും നമുക്ക് സംഭവിച്ചിട്ടുണ്ടാവാം.
നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, തെറ്റുകൾ സംഭവിക്കാത്തതായിട്ടൊരു മനുഷ്യർ ഈ ലോകത്തില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ക്ഷമിക്കാൻ തയ്യാറാവുക. കഴിഞ്ഞുപോയ ഒരുപാട് പ്രശ്നങ്ങളെയും കാര്യങ്ങളെയും കുറിച്ച് ചിന്തിച്ച് നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ആ ഒരു സന്തോഷത്തെ നമ്മൾ നഷ്ടപ്പെടുത്താതെ ആ കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ നെവർ മൈൻഡ് ആക്കി വിടുക. ഈ ഓവർ തിങ്കിങ് ചെയ്തിട്ട് നമ്മുടെ ലൈഫിനെ വെറുതെ സ്പോയിൽ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ സന്തോഷം എന്ന് പറയുന്നത് ഒരു ലക്ഷ്യസ്ഥാനമല്ല, മറിച്ച് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. ഈ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, വീട് വെക്കുക അല്ലെങ്കിൽ വാഹനം വാങ്ങുക, ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. പക്ഷേ ഇതൊന്നും നമ്മുടെ ഹാപ്പിനെസ് ആയിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട ഒരു കാര്യമല്ല. നമ്മുടെ ജീവിതത്തിലെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അത് നമുക്ക് ഇന്നുള്ളത് ഇന്ന് ലഭിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫിൽ മുന്നോട്ട് ചിന്തിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ചും കൂടി കഴിയുന്ന സമയത്ത് നമുക്ക് തോന്നും, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നേടിയില്ലെങ്കിലും ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചത്രയും നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണല്ലോ ജീവിച്ചിരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുകയുള്ളൂ. എപ്പോഴും നമ്മൾ നമ്മളെക്കാൾ താഴ്ന്നവരിലേക്ക് ചെന്ന് ഇറങ്ങാൻ ശ്രമിക്കുക. നമ്മുടെ മുകളിലേക്ക് ചിന്തിക്കുകയും അങ്ങനെ നമ്മുടെ മുകളിലേക്ക് നോക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമായിരിക്കും നമുക്ക് അവിടെ നഷ്ടപ്പെടാൻ സാധ്യമാകുന്നത്. ഈ സന്തോഷം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്, അല്ലാതെ നമ്മുടെ ഒരാളുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങുന്നതോ അല്ലെങ്കിൽ നേടിയെടുക്കുന്നതോ ഒന്നുമല്ല. എനിക്ക് സന്തോഷിക്കണമെങ്കിൽ ഞാനിന്ന് സന്തോഷിച്ചിരിക്കണം, അല്ലാതെ ഞാൻ മറ്റൊരാളുടെ സന്തോഷം നോക്കിയിട്ട് ഞാൻ അവനെപ്പോലെ ആകണം അല്ലെങ്കിൽ അതുപോലെ ആയാലേ എനിക്ക് സന്തോഷം ലഭിക്കൂ എന്ന് ചിന്തിച്ചിട്ട് നമ്മുടെ ഹാപ്പിനെസ്സിനെ നമ്മൾ പിന്നൊരു ദിവസത്തേക്ക് അല്ലെങ്കിൽ നാളെ സന്തോഷിക്കാമെന്ന് മാറ്റി വെക്കാൻ പറ്റിയൊരു വസ്തു അല്ല ഈ സന്തോഷം എന്ന് പറയുന്നത്. നിങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ എപ്പോഴും മൂകയായിട്ട് അല്ലെങ്കിൽ നീ നന്നായില്ലേ അല്ലെങ്കിൽ ഞാൻ നന്നായില്ല എന്ന് ചിന്തിച്ചു കൊണ്ട് നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക.